ഞാനേ മീൻ കട്ട് ചെയ്യണ എങ്ങനെയെന്ന് കാണിച്ചു തരാം. വേറെ ഒന്നുമല്ല, എനിക്ക് മീൻ കട്ട് ചെയ്യണമെന്ന് എനിക്കറിയില്ല. ഞാൻ മുക്കുത്തിടയിൽ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിക്കാറാണ് പതിവ്. അപ്പോൾ ഇപ്പം സ്കൂൾ അടച്ചത് കൊണ്ടും അതേപോലെ തന്നെ നമുക്ക് ഇടയ്ക്ക് വർക്കുള്ളതുകൊണ്ട് ഇടയ്ക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തത് കൊണ്ടും ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുമല ചന്തയിൽ വൈകിട്ട് 5 മണിക്ക് ശേഷം മീനുണ്ട്. അപ്പോൾ അവിടെ രാത്രി ഒരു 10 മണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം ലാഭത്തിൽ കിട്ടും കേട്ടോ. ഇതൊരു 7-8 ചെറിയ വങ്കട, കുട്ടി വങ്കട നമുക്ക് 100 രൂപയ്ക്ക് കിട്ടിയിരിക്കുകയാണ്. അതിൽ ഞാനൊരു 3 ഇന്നലെ എടുത്ത് ഞാൻ കറി വെച്ചായിരുന്നു, ബാക്കി എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം എനിക്ക് സാധാരണ മീൻ കട്ട് ചെയ്യാനോ ഒന്നുമല്ല. അപ്പോൾ വങ്കട അറിയാലോ അവസ്ഥ, വങ്കട നല്ല സ്കിന്ന് നല്ല കട്ടിയാണ് ആ വങ്കടയ്ക്ക്. അപ്പം ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാനൊരു മുക്കുത്തി ചിച്ചിരയിൽ കണ്ടതാണ് സൈഡ് രണ്ടും കട്ട് ചെയ്തിട്ട് സ്കിന്ന് വലിച്ചെടുക്കണത്. അങ്ങനെ ഞാനൊന്ന് പരീക്ഷ നോക്കിയപ്പോൾ എനിക്ക് സക്സസ് ആയി. പിന്നെ വെളുത്തുള്ളി, മഞ്ഞൾപ്പൊടി, മുളക്, അതായത് ഇത് എരിവുള്ളത് ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ കാശ്മീരി ചില്ലി ഇട്ടിട്ടുണ്ട്, പിന്നെ ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഞാൻ കുരുമുളക് ഇടും, പക്ഷേ എൻ്റെ ലില്ലിയായിരുന്നു തീർത്ത് പോയി. അതുകൊണ്ട് ഞാനത് എല്ലാം കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് പുരട്ടി ഒരു 10 മിനിറ്റ് വെച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ സാധാരണഗതിയിൽ കട്ട് ചെയ്യാനൊക്കെ ഭയങ്കര പ്രയാസമാണ് കേട്ടോ. ഞാൻ അവരേൽ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിക്കാറാണ് പതിവ്. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം ചാളയ്ക്കാണെങ്കിൽ പോലും എനിക്ക് സ്കിൻ എടുക്കാതെ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല. ഇപ്പോൾ അയലയോ ചാളയോ അങ്ങനെയൊക്കെ വാങ്ങിക്കുമ്പോൾ നമ്മളവിടെ അയല വാങ്ങിക്കാറില്ല. അപ്പോൾ ചാളയോ അങ്ങനെയൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് അവർ കട്ട് ചെയ്ത് തരും, പക്ഷേ സ്കിൻ എടുക്കില്ല അവർ. അപ്പം ഞാൻ എന്ത് ചെയ്യും, വീട്ടിൽ വന്നിട്ട് ഞാൻ സ്കിൻ എടുക്കും. കാരണം അതിന് പോലും എനിക്ക് സ്കിൻ എടുക്കാതെ എനിക്ക് പറ്റൂല, ഇവിടെ ആർക്കും പറ്റൂല സ്കിൻ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, സ്കിന്ന് എല്ലാം മാറ്റിയിട്ടാണ് ഞാൻ ഫ്രൈക്കാണെങ്കിലും പിന്നെ കറിക്കാണെങ്കിലും ചെയ്യാറ്. നന്നായിട്ട് പുരട്ടി വെക്കണം കേട്ടോ. ആ പുരട്ടി വെക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുതേ. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോണേ കാണുന്നവരെ. അതേപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഒരു 10 മിനിറ്റ് ഞാൻ പിന്നെ ഇത് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് ഞാൻ പഴയ ഒരു ദോശക്കല്ല് കുഴിവുള്ളൊരു ദോശക്കല്ലിൽ ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കാറ്. വെളിച്ചെണ്ണയുടെ അറിയാമല്ലോ റേറ്റും കാര്യങ്ങളൊക്കെ ഇപ്പോൾ കുറഞ്ഞു എന്നൊക്കെ പറയണുണ്ട്. ഞാനിപ്പോൾ കുറഞ്ഞതിന് ശേഷം ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പിന്നെ അതൊന്ന് ചൂടാകുമ്പം കരിയേപ്പില. അപ്പോൾ കരിയേപ്പില ഞാനിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല കേട്ടോ. അതിപ്പം ഞാൻ കൂടുതലും ഇപ്പം അപ്പുറത്തെ വീട്ടിൽ ആൻറ്റിക്ക് അവിടെ കരിയേപ്പില നിൽപ്പുണ്ട്. അപ്പോൾ ആൻറ്റി എനിക്ക് കുറച്ച് തീരുമ്പോൾ എനിക്ക് തരാറുണ്ട്. അതുകൊണ്ട് എനിക്ക് എല്ലാത്തിനും കരിയേപ്പിലയുടെ മണം, വെളുത്തുള്ളിയുടെ മണം, ഇഞ്ചിയുടെ മണം ഇതൊക്കെ ഇങ്ങനെ മുന്നിട്ട് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനങ്ങനെ കരിവേപ്പില ഇട്ട് അതിൻ്റെ വെള്ളമൊക്കെ മറിഞ്ഞ് തിളച്ച് ഇതൊക്കെ വരണ സമയത്ത് എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും എല്ലാ മീനും അതിലിട്ടിട്ട് അതിനെ ഒന്ന് നന്നായിട്ട് എടുക്കണം. നല്ല സിമ്മിലിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത്, കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. സിമ്മിലിട്ട് വേണം നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് ഒരു സൈഡ് നല്ല ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് അതും ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയി നന്നായിട്ട് വെന്ത് മൊരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു. അപ്പോൾ നാളെ വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.